Good morning, students. നമ്മൾ ടോസ് 2ന്റെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന പോർഷൻ ആണ് അതിൽ ആദ്യം വരുന്നത്. പിന്നെ അനാലിസിസ് ഓഫ് ട്രസ്സസ്. ഓക്കെ, ഈ കോളംസ് ആൻഡ് സ്ട്രട്സ് എന്ന് പറയുന്ന പോർഷൻസ് പൊതുവെ സിമ്പിൾ ആണ്. ഇതിൽ ബേസിക് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു എല്ലാ പ്രോബ്ലം ഇത് ഭാഗത്ത് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കുറച്ച് ടേംസുകൾ അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ടേംസുകൾ, ഇതിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം കുറച്ച് തിയറി പോർഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് കോളം, എന്താണ് സ്ട്രക്ട്. കോളത്തിൽ നമ്മൾ ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിന് താങ്ങാൻ പറ്റാവുന്ന മാക്സിമം ലോഡ്, ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുറച്ച് കോളംസ് ആൻഡ് സ്ട്രട്സിന്റെ കുറച്ച് ടോപ്പിക്സ്, ഇതിന്റെ കുറച്ച് തിയറി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഒരു സ്ട്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് എ കംപ്രസീവ് മെമ്പർ വിത്ത് ആക്സിയൽ ലോഡിംഗ്. രണ്ട് ടൈപ്പ് ലോഡിംഗ് ആണ് ജനറലി ഉള്ളത്. ഒന്ന് ആക്സിയൽ ലോഡിങ്ങും ട്രാൻസ്വേഴ്സ് ലോഡിങ്ങും വേറെയും ഉണ്ട് ജനറലി വരുന്നത്. ഓക്കെ, ആക്സിയൽ ലോഡിംഗ്, ഇത് ട്രാൻസ്വേഴ്സ് ലോഡിംഗ്. ഒരു മെമ്പറിന്റെ ആക്സിസിന് അതേ ഡയറക്ഷനിൽ അതിൽ ആക്സിസ് ത്രൂ ആണ് ലോഡിംഗ് എങ്കിൽ അതിൽ ആക്സിയൽ ലോഡിംഗ് കേസുകൾ. ഈ ആക്സിയൽ ലോഡിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് കോളംസ് ആൻഡ് സ്ട്രട്സ്. കംപ്രഷൻ മെമ്പേഴ്സ്, ടെൻഷൻ മെമ്പേഴ്സും എന്തുണ്ട്, ആക്സിയൽ ലോഡിംഗ് കേസ്. ടൈം മെമ്പേഴ്സ് അതൊക്കെ ആക്സിയൽ ലോഡിംഗ് കേസാണ്. എന്നാൽ ഒരു ബീം എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലോഡിംഗ് ആണ് അതിൽ വരുന്നത് അല്ലെ. ഒരു ബീം എന്ന് പറയുന്നത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു ലോഡിംഗ് എങ്ങനെയാണ് വരുന്നത് അനുസരിച്ചാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ കംപ്രസീവ് മെമ്പർ വിത്ത് ആക്സിയൽ ലോഡിംഗ്. സ്ട്രട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ജനറൽ ടേം ആണ്. അതില് ആ മെമ്പർ എങ്ങനെയായിരിക്കാം, ഇൻക്ലൈൻഡ് ആയിരിക്കാം, ഹൊറിസോണ്ടൽ ആയിരിക്കാം, വെർട്ടിക്കൽ ആയിരിക്കാം, ഏത് പൊസിഷനിലും ആയിരിക്കാം. അങ്ങനെയുള്ള എല്ലാത്തിനെയും സ്ട്രട്സ് എന്നാണ് അറിയപ്പെടുന്നത്. പൊതുവെ ജനറലി നമ്മൾ പറയുന്നത് പലപ്പോഴും സ്ട്രട്ടുകൾ എന്ന് പറയുന്നത് ട്രസ് മെമ്പേഴ്സിൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്ന, കംപ്രഷൻ ഡെവലപ്പ് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് നോർമലി സ്ട്രട്സ് എന്ന് പറയാറ്. ഓക്കെ, അതാണ് സ്ട്രട്ടുകൾ. ഓക്കെ, കംപ്രസീവ് മെമ്പർ വിത്ത് ആക്സിയൽ ലോഡിംഗ്. സ്ട്രട്ടിന്റെ ഒരു കേസാണ് ആക്ച്വലി കോളംസ് എന്ന് പറയുന്നത്. കോളംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കംപ്രസീവ് മെമ്പർ വിത്ത് ആക്സിയൽ ലോഡിംഗ് ആൻഡ് ഇറ്റ് ഇസ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മെമ്പർ. വെർട്ടിക്കൽ ആയിട്ട് മാത്രമേ എന്തുള്ളൂ, കോളംസ് ജനറലി ഉള്ളൂ. അത് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടൊന്നും എന്തില്ല, കോളംസ് കാണാറില്ല. ജനറലി കോളംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രെയിംഡ് ബിൽഡിങ്സിന്റെ ഒരു മെമ്പർ, ഒരു പാർട്ട്, അത് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ലോഡ്സ് ഫ്രം ബീം ടു ഫൗണ്ടേഷൻ, അതാണ് കോളംസ്. അത് മേ ബി കോൺക്രീറ്റ് ആവാം, സ്റ്റീൽ ആവാം. ജനറലി കാണപ്പെടുന്ന രണ്ട് ഐറ്റം, ടിമ്പർ കൊണ്ടുള്ള കോളംസ് ആവാം. ഓക്കെ, നമ്മൾ നോർമലി ഇപ്പൊ കാണപ്പെടുന്നതിൽ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ കോളംസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, കോളത്തിന് മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇറ്റ് മേ ബി ലോങ്, ഇന്റർമീഡിയറ്റ് ഓർ ഷോർട്ട്. ഇന്റർമീഡിയറ്റ് ടൈപ്പ് കോളം, ലോങ് കോളം, ഷോർട്ട് കോളം. അതിന്റെ ആക്ഷൻ വൈസ് ആണ്. അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലോങ് കോളംസ് ആർ ജനറലി ലോങ് ആസ് കമ്പയർഡ് ടു ദർ ലാറ്ററൽ ഡയമെൻഷൻ. അതിന്റെ ലാറ്ററൽ ഡയമെൻഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ലെങ്തിയർ ആണ്, ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ലോങ്ങർ കോളംസ് എന്ന് പറയുന്നത്. അതിന്റെ ലാറ്ററൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ക്രോസ് സെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ കോളം വലിയ ക്രോസ് സെക്ഷൻ അല്ലെ, വലിയ കോളം സ്ലെൻഡർ മെമ്പർ അല്ലെങ്കിൽ ലോങ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അത് ചെറിയ ഒരു മെമ്പർ ആണ് അല്ലെ, ഒരു ചെറിയ ഒരു ലെങ്ത് ഉള്ള മെമ്പർ, വലിയ ക്രോസ് സെക്ഷൻ. അതേസമയം ഒരു ചൂരൽ വടി എടുക്കുക, അതും ഒരു കോളമായിട്ട് കൺസിഡർ ചെയ്യാം. അത് ഭയങ്കര ലെങ്തി ആണ്, ക്രോസ് സെക്ഷനും കുറവാണ്. അത് സ്ലെൻഡർ മെമ്പർ അല്ലെങ്കിൽ ലോങ് മെമ്പർ ആണ് അല്ലെ. അതാണ് വ്യത്യാസം. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇതുമായിട്ട് വരുന്ന ടേംസുകൾ? നമുക്ക് ഇതിൽ മേജർ ആയിട്ട് ലോങ് കോളം, ഷോർട്ട് കോളം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ്, രണ്ട് പേരുടെ അറിയപ്പെടുന്ന യൂളേഴ്സ് ആൻഡ് റാങ്കിൻസ് ഫോർമുല, അത് വെച്ചിട്ട് എങ്ങനെ ഒരു മെമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ജോമെട്രിയുടെ
ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേമുകൾ ആദ്യം പരിചയപ്പെടും. ഫെയിലിയർ മോഡ്സ് ഓഫ് കോളം. ജനറലി ഒരു കോളം എങ്ങനെ ഫെയിൽ ആവും? രണ്ട് മേജർ ഫെയിലിയർ ആണ് കോളങ്ങളിൽ സംഭവിക്കുക. ഒന്ന് ബക്ലിങ്ങും ഒന്ന് ക്രഷിങ്ങും. ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സൈഡ് വേസ് മൂവ്മെന്റ് ഓഫ് ഓർ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കോളംസ് അണ്ടർ ഹൈ കംപ്രസീവ് ലോഡ്സ്. നമ്മൾ കമ്പാരിറ്റീവ്ലി ലോങ്ങർ കോളത്തിനാണ് ഇത് സംഭവിക്കുക. ഓക്കെ, ഒരു ലോങ്ങർ കോളം നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ നോർമലി ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അതിനെ പർപ്പസ് എന്ന് പറയുന്നത് അതിൽ കംപ്രഷൻ മാത്രമേ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇതിന്റെ ലെങ്ത് കൂടുതലായതുകൊണ്ടും വരുന്ന ലോഡ് ഹയർ കംപ്രസീവ് ആയതുകൊണ്ടും എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ബക്കിൾ ചെയ്യാൻ, ഇങ്ങനെ ഒരു ബെൻഡ് ചെയ്യാനുള്ള ചാൻസ്. ഇത്തരം ഫെയിലിയറുകളാണ്, ഇങ്ങനെ ഫെയിൽ ചെയ്യുന്നത് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ബക്ലിംഗ് ഈസ് ദ sideways movement or lateral displacement of columns under high compressive load, that is buckling. Okay, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേമാണ് ബക്ലിംഗ് ലോഡ്. ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ്, രണ്ട് പേരുകളുണ്ട്, ഓർത്തു വെക്കുക. ബക്ലിംഗ് ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, മിനിമം ലോഡ് അറ്റ് വിച്ച് ദ കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ്. കാരണം ഒരു കോളം നമ്മൾ ഡിസൈൻ ചെയ്യാം അല്ലെ, ഒരു കോളം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പോകും. അപ്പൊ അതിന്റെ ഏത് ലോഡിലാണ് ഇത് ഫെയിൽ ആവുക എന്നുള്ള കേസ് നോക്കിയിട്ട് അതിൽ കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം ലോഡ് അല്ലെ. അതായത് ഒരു ഒരു കോളത്തിൽ നമ്മളിങ്ങനെ ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഒരു ആദ്യം 50 കിലോ ന്യൂട്ടൺ കൊടുത്തു, പിന്നെ ഒരു 60, 70, 80 ഇങ്ങനെ പോയി. ഒരു 90 കിലോ ന്യൂട്ടണിലാണ് ഇത് ബക്കിൾ ചെയ്യുന്നത് അല്ലേ. 90ന്റെ മേലെ 100 കൊടുത്താലും എന്ത് ചെയ്യാണ്, ഇത് ബക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഏതാണ് ആ മിനിമം ലോഡ് അല്ലെ, ആ മിനിമം ലോഡിൽ വെച്ച് എവിടെയാണോ ഇത് ബക്ലിംഗ് സംഭവിക്കുന്നത് അതാണ് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ്. അവിടെ 90 ആണ് ഇവിടുത്തെ വാല്യൂ, നമ്മുടെ എക്സാമ്പിളുകളിൽ 90. ഓക്കെ, മിനിമം ലോഡ് അറ്റ് വിച്ച് ദ കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ് ഈസ് കോൾഡ് ബക്ലിംഗ് ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, ദെൻ അടുത്ത ഒരു മോഡ്സ് ഓഫ് ഫെയിലിയർ ആണ് ക്രഷിംഗ്. ക്രഷിംഗ് എന്ന് പറയുന്നത് ഒരു കോളത്തിൽ നമ്മൾ അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ലോഡ് നമ്മൾ അതിന്റെ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ എക്സിഡ് ചെയ്യണം. കാരണം ഇത് കോളത്തിൽ വരുന്ന ഒരു ലോഡ്, ഇത് ഏത് കേസ് ആയാലും ഇപ്പൊ ഏത് മെമ്പർ ആണെങ്കിലും അതിന്റെ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ എക്സിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ ആവും. ഇതുപോലെ ക്രഷിംഗ് സംഭവിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഫെയിൽ ആവും. ഇവിടെ പിക്ചറിൽ കാണിച്ച പോലെ രീതിയിൽ ഫെയിൽ ആവുന്നതാണ് ക്രഷിംഗ് ഫെയിലിയർ. ഇത് ജനറലി ഷോർട്ട് കോളത്തിലാണ് കാണപ്പെടുക. ഷോർട്ട് കോളത്തിനാണ് ക്രഷിംഗ് ഫെയിലിയറുകൾ കാണപ്പെടാം. നമുക്ക് ലോങ് കോളം ഷോർട്ട് കോളത്തിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവിടെ എഴുതാം ക്രഷിംഗ് ഫെയിലിയറിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ടേം എന്താണ് ഫെയിലിയർ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ഡിസ്കസ് ചെയ്തത് ആദ്യം. ഓക്കെ, ഫെയിലിയേഴ്സ് ഓഫ് കോളം. When axial stresses exceed the permissible limits, the cross section fails. Cross section തന്നെ എൻ്റർ ആയിട്ട് ഫെയിൽ ആവും. ഇവിടെ മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടായത് കാരണം പിന്നെ സ്ട്രക്ചർ ഫെയിൽ ആവുന്നതാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്ലണ്ടർനെസ് റേഷ്യോ. സ്ലണ്ടർനെസ് റേഷ്യോ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്നാണ്. ലാംഡയാണ് എല്ലായിടത്തും സ്ലണ്ടർനെസ് റേഷ്യോക്ക് നൊട്ടേഷൻ വരുന്നത്. ഓക്കെ, ലാംഡ വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് unsupported length to least radius of gyration. Unsupported length to least radius of gyration. എന്താണ് ഇതിലെ ടേംസ് ഒന്ന് നോക്കാം. അൺസപ്പോർട്ടഡ് ലെങ്ത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് ലെങ്ത്. എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, ഇനി അടുത്തത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താ? I equal to a k square അല്ലെ. ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സ്ക്വയർ. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു മെമ്പറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, അതിന്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ടു അല്ലെ, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് എന്താണ്? പെർപെൻഡിക്കുലർ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ഇവിടെ ഒരു മെമ്പറിന്റെ പറയുമ്പോൾ ആ മെമ്പറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ മെമ്പറിന്റെ മൊത്തം വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് അല്ലെ. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് നമ്മൾ പറയുന്ന ഫ്രെയിമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അതൊരു അസ്യൂംഡ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് എന്താണ്? a k സ്ക്വയർ ആണ്. സോ k വിൽ ബി
root of I by a, root of I by a. Okay, moment of inertia I equal to I equal to a k square. So k will be root of I by a, root of I by a. Okay. ഇനി ഒരു സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ മെറ്റീരിയൽ ആണ്. നമ്മുടെ കോൺക്രീറ്റ് കോളത്തിന് വേറൊരു വാല്യൂസും സ്റ്റീൽ കോളത്തിന് വേറെ വാല്യൂ, അങ്ങനെ ഓരോ ടൈപ്പ് മെറ്റീരിയൽ ഓഫ് ദ കോളം മാറുന്നതിനനുസരിച്ച് സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ മാറും. ഓക്കെ, ഒരു കോൺക്രീറ്റ് കോളത്തിന് ലോങ് കോളത്തിന് ഇന്ന റേഞ്ച് ഓഫ് വാല്യൂസ്, ഷോർട്ട് കോളത്തിന് ഇന്ന റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഇനി അത് ഒരു സ്റ്റീൽ കോളമായി എടുക്കുമ്പോൾ അത് ലോങ് കോളത്തിന് വേറെ റേഞ്ച് ഓഫ് വാല്യൂസ്, ഷോർട്ട് കോളത്തിന് വേറെ റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, ഇതാണ് ലാംഡ വാല്യൂ, അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിൽ നമ്മൾ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ അൺനോൺ ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്. എന്താണ് അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്? നമ്മളൊരു കോളം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതിന് മുകളിലും താഴെയും സപ്പോർട്ട് ഉണ്ടാവും അല്ലെ. ഇത് മേ ബി ഹിഞ്ചറും താഴെ മേലെ ഹിഞ്ചഡ് ആവാം, താഴെ ഒരു സൈഡ് ഹിഞ്ചറും അതർ എൻഡ് ഫിക്സഡും, അങ്ങനെ ഡിഫറെന്റ് കേസസ് ആവാം. ആക്ച്വൽ ലെങ്ത് ഓഫ് എ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വൽ ലെങ്ത്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് കോളത്തിന്റെ കേസിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിന്റെ എത്ര പോർഷൻ ആണോ ബക്ലിംഗിൽ പങ്കെടുക്കുന്നത്, ദ ലെങ്ത് ഓഫ് കോളം that takes parts in buckling, അല്ലെങ്കിൽ that is effectively takes in buckling, അതാണ് ബക്ലിംഗ് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ടേമുകൾ എഫക്റ്റീവ് ലെങ്ത്തും ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ യൂളേഴ്സ് ഇക്വേഷൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് ഡയറക്റ്റ് കിടക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്. ഈ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ലിംഗിൽ പങ്കെടുക്കുന്ന കോളത്തിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ലെങ്ത്, അല്ലെങ്കിൽ അതിന് വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്. ദ ലെങ്ത് ബിറ്റ്വീൻ പോയിന്റ്സ് ഓഫ് സീറോ മൊമെന്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഷോർട്ട് കോളം, ഇന്റർമീഡിയറ്റ് കോളം, ലോങ് കോളം, അങ്ങനെ 3 ടൈപ്പ് കോളംസ് ആണ് ജനറലി കാണപ്പെടുക. നമുക്ക് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ജനറലി ഷോർട്ട് ഇൻ ലെങ്ത് അല്ലെ, ഷോർട്ട് കോളം ഈസ് ഷോർട്ട് ഇൻ ലെങ്ത്, ഫെയിൽസ് ബൈ ക്രഷിംഗ്. നമുക്കറിയാം ക്രഷിംഗ് ഫെയിലിയർ ആണ് മെജോറിറ്റി ആയിട്ട് ഷോർട്ട് കോളത്തിൽ ഉണ്ടാവുക. ബക്ലിംഗ് ഫെയിലിയർ ഇല്ല എന്നല്ല, പക്ഷെ വളരെ മൈന്യൂട്ട് ആണ്. ഷോർട്ട് കോളം ജനറലി ഫെയിൽസ് ബൈ ക്രഷിംഗ്. ഇനി ഒരു 3 ടൈപ്പ് കോളം എടുത്തു. ഇവിടെ ഷോർട്ടും ഇന്റർമീഡിയറ്റും ലോങ് ഉണ്ട്. എല്ലാത്തിനും സെയിം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാവുക ഷോർട്ട് കോളത്തിനായിരിക്കും. സെയിം ക്രോസ് സെക്ഷനിലുള്ള 3 ഡിഫറെന്റ് കോളംസ് എടുത്തു. ഒന്ന് ഷോർട്ട്, ഒന്ന് ഇന്റർമീഡിയറ്റ്, ഒന്ന് ലോങ് ആണെങ്കിൽ അതിൽ ഷോർട്ട് കോളത്തിനായിരിക്കും മോർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. മാത്രമല്ല ഇതിന്റെ ലാംഡ വാല്യൂ ലെസ്സർ ലാംഡ വാല്യൂ ആയിരിക്കും ഷോർട്ട് കോളം. ഓക്കെ, ലാംഡ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂസ്. ദെൻ അടുത്തത് ഇന്റർമീഡിയറ്റ് കോളം. ഇന്റർമീഡിയറ്റ് ലെങ്ത് ആയിരിക്കും അതിന് ഫെയിൽസ് ബൈ ക്രഷിംഗ് ആൻഡ് ബക്ലിംഗ്. ബോത്ത് ക്രഷിംഗ് ആൻഡ് ബക്ലിംഗ്. ഒന്നിനെ പ്രിഡോമിനേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, 2 ഫെയിലിയറുകളും അതിൽ സംഭവിക്കാം. ഇന്റർമീഡിയറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണ്, ഹാവിംഗ് ഇന്റർമീഡിയറ്റ് ലാംഡ വാല്യൂ. ഇനി ലോങ് കോളത്തിന്റെ കേസ്, ലോങ് കോളം ആണെങ്കിൽ ഇറ്റ് ഈസ് ലോങ് ഇൻ ലെങ്ത്, they fails by buckling. ലോങ് കോളത്തിന്റെ കേസിൽ മെജോറിറ്റി എന്താണ്? ബക്ലിംഗ് ഫെയിലിയർ ആണ് അവിടെ പ്രിഡോമിനന്റ് ചെയ്യുന്നത്. ഓക്കെ, ബക്ലിംഗ് ഫെയിലിയർ നമുക്ക് ഈ പിക്ചറിൽ താഴെ കാണുന്ന പിക്ചറിൽ തന്നെ കണ്ടാൽ അറിയാം. ഈ ഒരു സ്ലണ്ടർ മെമ്പർ ആകുമ്പോൾ ഇതിനിങ്ങനെ ബക്കിൾ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട് അല്ലേ. they have less load carrying capacity and having higher lambda value. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടൈപ്പ് കോളംസ്, ഷോർട്ട് കോളം, ഇന്റർമീഡിയറ്റ് കോളം ആൻഡ് ലോങ് കോളം. ഷോർട്ട് കോളം നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് കോളം, ഇന്റർമീഡിയറ്റ് കോളം, ലോങ് കോളം അല്ലെങ്കിൽ ഷോർട്ട് കോളം, ലോങ് ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിൽ വേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫെയിലിയർ മോഡ്സ് ആണ്.
ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിംഗ് എന്നും ലോങ് കോളം ജനറലി ഫെയിൽസ് ബൈ ബക്കിളിംഗ് എന്ന് എന്തായാലും പോയിന്റ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ലെസ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആൻഡ് ഹാവിംഗ് ഹയർ ലാംഡ വാല്യൂ. ഇനി നമുക്ക് അൺസപ്പോർട്ടഡ് ലെങ്ത്, എഫക്റ്റീവ് ലെങ്ത് അല്ലേ, ലാംഡ വാല്യൂ, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എത്രയൊക്കെയാണ് വാല്യൂസ് ഓരോ കേസിലും, എന്താണ് എഫക്റ്റീവ് ലെങ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ഓഫ് എ കോളം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഒരു കോളത്തിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻ? നമുക്കറിയാം, ഒരു ബീം ആണെങ്കിൽ അതിനെന്താവാം, ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം ആണെങ്കിൽ ഒരു സൈഡ് ഹിഞ്ചഡും അതർ സൈഡ് റോളറും. ഓക്കെ, ഒരു ഫിക്സഡ് ബീം ആണെങ്കിൽ രണ്ട് സൈഡും ഫിക്സഡ്. ഒരു കാൻഡിലിവർ ബീം ആണെങ്കിൽ ഒരു സൈഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഇതുപോലെ കോളത്തിന് എന്തില്ല, സ്പെസിഫിക് ആയിട്ട് നെയിംസ് ഇല്ല. ഇതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ എങ്ങനെയാണോ അത് തന്നെയാണ് അതിന്റെ എൻഡ് കണ്ടീഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കോളത്തിന് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസ് നോക്കാം. നമുക്ക് 4 കേസുകളാണുള്ളത്. ഫസ്റ്റ് കേസ് നോക്കാം. ബോത്ത് എൻഡ് ഹിഞ്ചഡ്, ബോത്ത് എൻഡ് ഹിഞ്ചഡ് അല്ലെ. ഇവിടെ അതിന്റെ രണ്ട് സൈഡിലും ഹിഞ്ചഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അതിന്റെ ബക്ലിംഗ് മോഡാണ് കാണിക്കുന്നത്. ഇവിടെ ഹിഞ്ചഡ് ആയതുകൊണ്ട് ഈ പോയിന്റിൽ എന്താണ്, ഹിയർ ഫ്രീ ടു റൊട്ടേറ്റ് ആണ്, അവിടെ റൊട്ടേഷൻ ഫ്രീ ആണ് അല്ലെ. അതുകൊണ്ട് ഇവിടുന്ന് അത് ബെൻഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അതുപോലെ ഇവിടെ അതാണ് ഫസ്റ്റ് കേസ്, ബോത്ത് എൻഡ് ഹിഞ്ചഡ്. ദെൻ അടുത്ത കേസ് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ്, ഒരു എൻഡ് ഫിക്സഡും അതർ എൻഡ് ഹിഞ്ചഡും. ഇവിടെ ഇതിന്റെ ബക്ലിംഗ് ഫെയിലിയർ നോക്കി, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ബക്ലിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുക, ഹിഞ്ചറിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റൊട്ടേഷൻ ഫ്രീ ആണല്ലേ, അപ്പൊ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് തുടങ്ങും. പക്ഷെ ഫിക്സറിന്റെ കേസിൽ എന്താണ്, അവിടെ റൊട്ടേഷൻ അറസ്റ്റഡ് ആണ്. ഒരു ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ റൊട്ടേഷൻ അലൗഡ് അല്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് മാറിയിട്ട് എന്ത് ചെയ്തുള്ളൂ, ഇത് ബെൻഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ. സപ്പോർട്ടിന് അടുത്ത് എന്ത് ചെയ്യില്ല, ഇത് ബെൻഡ് ചെയ്യാൻ തുടങ്ങില്ല. ഓക്കെ, ദെൻ ബോത്ത് എൻഡ്സ് ഫിക്സഡ്, ബോത്ത് എൻഡ് ഫിക്സഡ്. ബോത്ത് എൻഡ്സ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ രണ്ട് എൻഡിലും ഫിക്സഡ്. അപ്പൊ നമുക്കറിയാം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മാറിയിട്ട് എന്ത് ചെയ്യുള്ളൂ, ബക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ എന്ന് പറയുന്നത് കേസ് എന്ന് പറയുന്നത് ഏകദേശം ഈ രീതിയിലാണ് ബക്ലിംഗ് വരിക. ഇവിടെ ഒന്നും ബെൻഡ് ആവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ബെൻഡ് ആവും. ഓക്കെ, ഇതാണ് 4 കേസും വരുന്നത്. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് പറയുന്നത്. നമുക്ക് ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഒരു രണ്ട് എൻഡും ഹിഞ്ചഡ് ആയിട്ടുള്ള ഒരു കോളത്തില് കംപ്ലീറ്റ് ലെങ്ത്തും ബക്ലിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് എന്താണ്, ഇതിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ച്വൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഈ കേസിൽ അത്രയില്ല, ഈ കേസിൽ വീണ്ടും കുറഞ്ഞു അല്ലെ. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളംസ് പറയുന്നത്. അപ്പോ നമുക്ക് 4 എൻഡ് കണ്ടീഷൻസ് ആണുള്ളത്. നിങ്ങൾക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻസ് ഇൻ കോളം എന്ന് വെച്ചാൽ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. വൺ എൻഡ് ഈസ് ബോത്ത് എൻഡ് ഹിഞ്ചഡ്, വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ്, ബോത്ത് എൻഡ് ഫിക്സഡ്, വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. എനിവേ, താങ്ക് യു.